ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പിയാണ്, ബീഫ് ഇടിച്ചത്. ആ ബീഫ് ഇടിച്ചത് കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിപ്പുട്ടും ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം ബീഫ് ഇടിച്ചതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. മസാലക്കായിട്ട് വേണ്ടത് ഒരു വലിയ സവാള, പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 പച്ചമുളക്. ഞാൻ ചീനപ്പറങ്കി മുളക് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം കൂടി ഒരു ചോപ്പറിലെടുത്തിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കാം. നല്ല ഗ്രൈൻഡാക്കി എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി. ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കി നുറുക്കിയെടുത്താലും മതി. കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഗ്രൈൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഈ മിക്സ്ചർ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. മസാല ക്രഷ് ചെയ്തപ്പോൾ ജിഞ്ചർ ഇട്ടിട്ടില്ല, അപ്പോൾ ജിഞ്ചർ പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ആഡ് ചെയ്യാം. കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഉണക്കമുളക് പൊടിച്ചത് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ എല്ലാ മസാലകളും കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികൾ ആഡ് ചെയ്യുമ്പോൾ തീ നന്നായിട്ട് സിമ്മിലിട്ടിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. മസാലേൻ്റെ എല്ലാ പച്ചമണം പോകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മസാലകളൊക്കെ ബീഫിൽ നന്നായിട്ട് കോട്ടായിട്ട് വരണം. തീ സിമ്മിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതാ മസാലകളൊക്കെ പിടിച്ചിട്ട് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയും ക്രിസ്പി ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് വെച്ചിട്ട് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ പുട്ടൊക്കെയായതുകൊണ്ട് ഈ ഒരു ഇതിലേ ആക്കുന്നുള്ളൂ. ഈ ഒരു പാകമാണ് പുട്ടിനൊക്കെ ടേസ്റ്റ്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അതിനായിട്ട് 1 ഗ്ലാസ് അളവിൽ ഞാൻ പൊടി എടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലേക്ക് ഞാൻ 3/4 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അതിൽ ഉപ്പിട്ടിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കും.
ഒരു 5 മിനിറ്റിന് ശേഷം അതിങ്ങനെ ഉതിർത്തിയെടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല സോക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ അധികം നമ്മൾ ഇങ്ങനെ ഉതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ തന്നെ അത് കറക്റ്റ് പരുവത്തിലായി കിട്ടും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് തേങ്ങ ഇടാം, പിന്നെ അതിൻ്റെ മേലെ ബീഫ് മസാല ഇടാം. ഇടിച്ച ബീഫിൻ്റെ മസാലയാണ് ഞാൻ ഇടുന്നത്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് പുട്ടിടുക, പിന്നെ അതിൻ്റെ കുറച്ച് മസാല പിന്നെയും കുറച്ചിടാം. പിന്നെ അതിൻ്റെ മേലത്തെ ലെയറായിട്ട് ഒരു പുട്ടിൻ്റെ പൊടി ഇടാം. പിന്നെ ബീഫിൻ്റെ മസാല ഒന്നും കൂടി ഇടുക. അങ്ങനെ ലെയർ ചെയ്തിട്ടെടുക്കാം. ഇത് കുക്കറിൻ്റെ മേലെ വെക്കുന്ന മോൾഡാണ് കേട്ടോ. അതതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആവി നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഡിമോൾഡ് ചെയ്തിട്ടെടുക്കാം. ബാക്കിയുള്ള പുട്ടും കൂടി ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഇടിച്ചതും ഇറച്ചി പുട്ടും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.